വലിയ 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 കല്ലുകളായിട്ടുണ്ട്. അതിൽ നിന്ന് കടന്നു കയറാൻ തീർച്ചയായിട്ടും സഹായിച്ചത് വിവിധ വിഷയങ്ങളാണ്. അതിനെക്കുറിച്ചൊന്നും എടുത്തെടുത്ത് എണ്ണി പറയുന്നില്ല. എല്ലാ വിഷയങ്ങളും അതിൻ്റെ സത്യം ആരും വിളിച്ചു പറഞ്ഞില്ല, പക്ഷേ അതിൻ്റെ സത്യം അപ്പോൾ ആ സത്യം പേരിലുണ്ടായിരുന്നു. ആ സത്യം തൃശ്ശൂരിലെ ജനങ്ങൾ, ഞാനവരെ പ്രജാദൈവങ്ങളാണ് പുള്ളി. ആ പ്രജാദൈവങ്ങൾ ആ സത്യം തിരിച്ചറിഞ്ഞു. വഴിതെറ്റിക്കാൻ നോക്കിയിടത്തൊന്നും അവരുടെ ഇതൊരു അതിശയം എന്ന നിലയ്ക്ക് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാലും ഈ അതിശയം ഇമ്മിനൻ്റായി അതൊരു സ്റ്റോം പോലെ കഴിഞ്ഞ് 21 ശേഷം കുറഞ്ഞു കൂടിയതാണ് എന്ന് പെയ്തിറങ്ങുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും വലിയ ഖ്യാതിയാണ് ഈ വിജയം നേടിത്തരുന്നത്. എനിക്കെൻ്റെ കളിയാട്ടം നാഷണൽ അവാർഡ്, എനിക്കെൻ്റെ മക്കൾ, എനിക്കെൻ്റെ കുടുംബം, ഇതെല്ലാം വലിയ അനുഗ്രഹമാണ്. പക്ഷേ ആ അനുഗ്രഹം എന്ന് പറയുന്ന സ്ഥിതിക്ക് മേൽ എത്ര ഘനത്തിലുള്ള ദൃഷ്ടിയാണ് നടക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഞാൻ തൃശ്ശൂരിലെ യഥാർത്ഥ മതേതര പ്രജാദൈവങ്ങളെ വണങ്ങുക കൊണ്ടുവരുന്നതിന് വേണ്ടി പണിയെടുത്ത 1200 ചില്ലാനം ബൂത്തുകൾ, ആ ബൂത്തുകളിലെ മുഴുവൻ പ്രവർത്തകരല്ല, ആ ബൂത്തുകളിലെ വോട്ടർമാരടക്കം പ്രചരണത്തിനിറങ്ങി. എറണാകുളത്തുനിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ ഒരുപാട് അമ്മമാർ വന്ന് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. മുംബൈയിൽ നിന്ന്, മധ്യപ്രദേശിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് എത്രയോ വ്യക്തികൾ, 1000 പേരെങ്കിലും ഉണ്ടാകും. ഈ 42 ദിവസം എൻ്റെ പ്രയത്നത്തിനിടയ്ക്ക് അവരാണ് സത്യത്തിൽ എന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാട്ടിയത്. കാരണം അവരാരാണെന്ന് തെര്യപ്പെടുത്തുന്ന രൂപത്തിൽ പറഞ്ഞ അവരുടെ പ്രാദേശികം അല്ലെങ്കിൽ അവരുടെ പ്രദേശം എന്താണെന്ന് അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അതിന് വലിയ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവരുടെ പ്രചരണത്തിന് സാധിച്ചിട്ടുണ്ട്. എൻ്റെ പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ എന്തൊക്കെ ആവശ്യപ്പെട്ടു അത് മുഴുവൻ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഒരു 100 ഇരട്ടിയായി തിരിച്ചെനിക്ക് ജനങ്ങളിലേക്ക് അടുക്കാനുള്ള ഒരു മിഷനായി കൊണ്ടുപോകുന്നതിന് അവരൊരു വലിയ മെഷീനറിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റേറ്റ് ഘടകത്തിന് ഒരുപക്ഷെ എന്നെ അവിടെ കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്ത് 2023 ലോഞ്ച് ചെയ്ത ശ്രീ അമിത് ഷാ, നരേന്ദ്രമോദി എനിക്കെൻ്റെ രാഷ്ട്രീയ ദൈവം എന്ന് പറയുമ്പോഴും ലിബറലാണോ എന്ന് ചോദിച്ചാൽ ആ നേച്ചർ വെച്ച് ഞാൻ പറയുന്നതല്ല. ഞാൻ ഇന്നും ആരാധിക്കുന്ന ഭാരതത്തിൻ്റെ റിയൽ ആർക്കിടെക്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി, ശ്രീ പി.വി. നരസിംഹറാവ്, മൊറാർജി ദേശായി, പ്രകാശ് നാരായൺ, എൽ.കെ. അദ്വാനിജി, ബേബി വാജ്പേയിജി തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട സഖാവ് പി.കെ. നായർ, ശ്രീ കെ. കരുണാകരൻ. അവിടെ ഒരു മിതവാദിയോ അല്ലെങ്കിൽ സർവജന ഇഷ്ടം നേടാനോ വേണ്ടി പറയുന്നതല്ല. ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്ന ബിംബങ്ങൾ തന്നെ. അതങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ 2 സൂപ്പർ ഹീറോസാണ് എൻ്റെ 2 നേതാക്കന്മാരെന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്. ഇനിയും അവർ തന്നെയാണ് എൻ്റെ 2 നേതാക്കന്മാർ. അവരാണ് എന്നെ അത്രയും മനോഹരമായിട്ട് അവരെ ലോഞ്ച് ചെയ്യുകയും ശ്രീ നരേന്ദ്രമോദിയാണ് എന്നെ ഒരു വിശ്വാസ്യതയുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആലിംഗനവും ഹാരാർപ്പണവും ഒക്കെ നടത്തിയത്. ആ ഹാരാർപ്പണത്തിലേക്കാണ് തൃശ്ശൂരിലെ ജനതയിൽ
നേരായ വഴിക്ക് വന്ന് എല്ലാ കിംവദന്തികളെയും പുറന്തള്ളിക്കൊണ്ട് എനിക്ക് ഈ അലങ്കാരം ഈ നെറ്റിപ്പട്ടം ചാർത്തിട്ടാണ്. അതിന് ഞാൻ ഉറപ്പായിട്ടും എന്നും കടമപ്പെട്ടവനായിരിക്കും. അതിൽ നിന്ന് ഞാൻ ഒട്ടും പിന്നോട്ട് പോവില്ല. ഒരു മാനിഫെസ്റ്റോയിലല്ല ഞാൻ വിശ്വസിക്കുന്നത്.